ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാന് ഒരു മുസ്ലിമാണ്. എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ മാറിയതിന്റെ കാരണം എല്ലാം ഒന്ന് അറിഞ്ഞാന്ന് കൊള്ളേ. മാരീന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മതം ഇങ്ങനെ വിശ്വസിക്കേണ്ടതൊന്നും അല്ല എന്ന് മനസ്സിലായതുകൊണ്ടും ഇതിൽ പറയുന്നത് നമ്മൾ പറഞ്ഞ് ചെറിയ പ്രായം തൊട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനവും ഇതിന്റെ ഗ്രന്ഥത്തിനകത്തുള്ള സാധനവും രണ്ടാണ് എന്ന് മനസ്സിലായതുകൊണ്ടും ഇത് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് യാതൊരു ഉപകാരം ചെയ്യാത്തൊരു സാധനമാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും ഉപകാരമില്ല എന്ന് മാത്രമല്ല മനുഷ്യരിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് നന്മകൾ ഇല്ലാതാക്കാൻ കാരണമാകുന്ന കുറേ ആശയങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നും മാനവികത, സാഹോദര്യം, അതേപോലെ തന്നെ സമത്വം തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആധുനിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ടും അത് അനുസരിക്കേണ്ടതില്ല എന്ന് അതനുസരിച്ച് ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അത്ര ഇല്ല, ഞാൻ മുസ്ലിമാണ്. നിങ്ങള് പോലെ എനിക്ക് തോന്നിയില്ല. ഞാൻ ഇപ്പൊ എല്ലാവരോടും നല്ല കമ്പനിയാണ്. ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചല്ല പറഞ്ഞു, ഞാൻ മുസ്ലിമിനെ കുറിച്ചല്ല പറഞ്ഞ, ഇസ്ലാമിനെ കുറിച്ചാണ്. രണ്ടൊന്നല്ല, ഇസ്ലാം വിശ്വസിക്കുന്ന ആൾക്കാരല്ല മുസ്ലിം. അല്ല അല്ല നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എത്ര പ്രായമായി എന്നറിയാം, പറയാൻ പറ്റും? എനിക്ക് 20. ഏകദേശം 20 വയസ്സ് വരെ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ മതം ഇസ്ലാം ആയിരിക്കാം. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന കുറേ മൂല്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാം. നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും പിന്നെ ഗൾഫിലുണ്ടോ? ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഈ ഹുണ്ടിക പൈസ വരൂലേ, കുഴൽ ഗൾഫുകാർ നാട്ടിലേക്ക് കുഴൽ അയക്കൂലേ? ഇത് ശരിക്കും ഹറാമല്ലേ? ഹറാമല്ല, ഇത് നിയമവിരുദ്ധാണ്. നിങ്ങൾക്കറിയോ ഈ മതം എങ്ങനെയാണ് മനുഷ്യരെ നിയമവിരുദ്ധം? ശരിക്കത് ഹറാമാക്കേണ്ടിയല്ലേ? ശരിയാ, നമ്മുടെ സാമ്പത്തികമായിട്ട് ശരിയാ. നമ്മളെ നാടിന്റെ ഒരു പണപ്പെരുപ്പോ ഇൻഫ്ലേഷൻ ഒക്കെ ബാധിക്കും. ശരി, സമ്മതിച്ചു. സ്വർണ്ണക്കടത്തോ? അതും ശരിയാ, അത് നമ്മുടെ നാടിന്റെ സാമ്പത്തികത്തിന് ബാധിക്കും. ശരിയാണ്, ബാധിക്കും. അപ്പോ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മതം ശരി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലാത്തതും എന്നാൽ നമ്മൾ സാധാരണഗതിയിൽ തെറ്റായിട്ട് പരിഗണിക്കുന്നതുമായിട്ടുള്ള ഒരു മൂല്യമാണ്. ഇപ്പൊ നിങ്ങൾ സ്വർണം കടത്തുവോ? ഇല്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടാ? ശരിയല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്, നമുക്കറിയാം. നിങ്ങളെ വീട്ടിൽ ഇതുവരെ ആരും ഗോൾഡ് പണയം വെച്ചിട്ടില്ലേ? പണയം വെച്ചിട്ടുണ്ടല്ലോ. ഇൻഷുറൻസ് ഇല്ലേ? ഇൻഷുറൻസ് ഉണ്ടല്ലോ. ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? ഇല്ല, ഇതുവരെ വന്നില്ല. സ്വർണം പണയം വെക്കൽ ലോൺ തന്നെയല്ലേ? അതില് പലിശ എടുക്കുന്നുണ്ടോ നമ്മള്? പിന്നെ ഞാൻ വിചാരിച്ചത് സെയിം റേറ്റിൽ തിരിച്ചെടുക്കുന്നുണ്ട്. അല്ല, അതായത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് സ്വർണം വെക്കാൻ നമുക്ക് മടിയൊന്നുമില്ല. സ്വർണം ഇപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം വന്നു, നമ്മൾ സ്റ്റേറ്റ് ബാങ്കിലോ ഫെഡറൽ ബാങ്കിലോ കൊണ്ടുപോയിട്ട് നമ്മളെ കയ്യിലുള്ള സ്വർണം കൊടുത്ത് നമ്മൾ അത്യാവശ്യമുള്ള പൈസ മേടിച്ച് നമ്മൾ ആവശ്യം തിരിച്ച് പൈസ കിട്ടുന്ന സമയത്ത് കൊണ്ടുപോയി സ്വർണ്ണം എടുത്തു കൊണ്ടിരുന്നത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് ഒരു മുസ്ലിമിന് ഫീൽ ചെയ്യുന്ന തോന്നലില്ല എനിക്ക്. ഒരു തെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല ആൾക്കാർ ചെയ്യുന്നത്. അതേ സമയത്ത് സ്വർണം കടത്താൻ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് 1 കിലോ സ്വർണ്ണം ഉണ്ട്, ചെന്ന് നാട്ടിൽ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ സാമാന്യമായ ബോധമുള്ള ഏതെങ്കിലും മുസ്ലിം അതിന് തയ്യാറാവുമോ? ചെയ്യുന്നവരുണ്ട്, ക്രിമിനൽസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയണേ. സാധാരണഗതിയിൽ ചെയ്യൂലല്ലോ, തയ്യാറാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ തെറ്റും ശരിയൊക്കെ മതമാണ് പഠിപ്പിച്ചതെന്നുള്ളത് വെറുതെ ഒരു മിഥ്യാധാരണയാണ്. ഇസ്ലാം ഹലാലാക്കിയ സ്വർണ്ണക്കടത്ത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് നമ്മൾ തെറ്റായിട്ട് കാണുന്നു. ഇസ്ലാം ഹറാമാക്കിയ പണയം വെക്കൽ നമുക്കത് വലിയ ക്രിമിനൽ പ്രവർത്തനമായിട്ട് തോന്നുന്നില്ല. ഇതാണ് നമ്മൾ ജീവിച്ചു വരുന്ന ധാർമ്മികത, അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ മതത്തിനോ അങ്ങനെ എൻ്റെ ഒരു സെൽഫ് ഡിസിപ്ലിന് അതിനു വേണ്ടി മാത്രം ഇങ്ങനെ ഓവർ ആയിട്ടുള്ള തലക്ക് കൊടുത്ത് അങ്ങനെയല്ല മതം. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ കാതിൽ കേൾക്കേണ്ടുന്ന ആദ്യ ശബ്ദം തൊട്ട് മരിച്ച് മണ്ണിലേക്ക് കുഴിച്ചിട്ടാൽ ചൊല്ലി തീർക്കേണ്ട പാരായണം വരെ മനുഷ്യനെ വിടാതെ പിന്തുടരുന്നതും ഓരോ മനുഷ്യനും വിടാതെ പിന്തുടരേണ്ടതുമായിട്ടുള്ള ഒരു സാധനമാണ്, അല്ലേ? അല്ലാതെ നിങ്ങൾ അവിടെ സെൽഫ് ഡിസിപ്ലിന് വേണ്ടി മാത്രം അത് എടുക്കുക,
പിന്നെ എക്സസൈസിന് വേണ്ടി മാത്രം നിസ്കാരം ചെയ്യുക, ഹെൽത്ത് ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി നോമ്പെടുക്കുക എന്നൊന്നും പറയുന്നത് മതത്തിലില്ല. അങ്ങനെയല്ല. ഞാനിപ്പോ നിങ്ങളിപ്പോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ ഇത് കാണുന്നത്. ഞാനത് ഫണ്ണായിട്ട് എന്ന് വെച്ചാൽ അതെല്ലാം നല്ലത്, എന്റെ ജീവിതത്തിൽ അങ്ങനെ ബാധിക്കുന്നൊന്നുമില്ല. ഒരു ഫണ്ണായിട്ട് എല്ലാമാണ്. അതെന്തുകൊണ്ടാ അറിയോ? മതങ്ങളുമാണ് കുറച്ച് അല്ല അത് നമ്മള് അല്ല അത് നമ്മളിവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരൻ എന്ന അർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യമുള്ള, വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ, ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് കീഴിൽ, അതിൽ തന്നെ താരതമ്യേന സാമൂഹികമായിട്ടുള്ള പുരോഗതി നേടിയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലാണെന്ന് വിചാരിക്കുക ഇപ്പൊ ജീവിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ നടത്തുന്ന മതഭരണത്തെ നിങ്ങൾ അംഗീകരിക്കോ എതിർക്കോ? ഒരു ഭയങ്കര ഓവർ, അത്രയൊന്നും ആവശ്യമില്ല. എന്തിനാ ഇത്? അത്രയും ഇസ്ലാമിലുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എടുക്കുന്നത് മാത്രം നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നല്ല, നിങ്ങൾ കിതാബ് വായിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു നിയമം ഇസ്ലാമികമായിട്ട് അത് ഓവറാക്കി ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ തോന്നുന്നു ഒരു ഭയങ്കര ഓവർ ഇസ്ലാമും ഒരെണ്ണം ഫോർ എക്സാമ്പിൾ പറയും. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ എന്താ പറയാനെന്ന് വെച്ചാല്, ഞാൻ പറയട്ടെ, ഈ ലോകത്തെ എല്ലാത്തിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ മതം ഇല്ലാണ്ട് നടന്നാലും മതം ഉണ്ടെങ്കിൽ പ്രശ്നം എല്ലാത്തിലും ഉണ്ട്. നമ്മള് അത് കുറച്ചിങ്ങനെ ഇപ്പോ പ്രശ്നങ്ങൾ എല്ലാത്തിലും ഉണ്ട്. പ്രശ്നങ്ങൾ എല്ലാത്തിലും പ്രശ്നമല്ല. അപ്പോ നമ്മൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. മാനവികത. ഇപ്പൊ നമ്മള് എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സ് അവകാശങ്ങളുള്ളവരാണ് എന്നുള്ളൊരു ആശയം, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അതേ സമയത്ത് അതേ തരത്തിൽ നമുക്ക് മനുഷ്യനെ കാണാൻ പറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാറിന്റെ ഉമ്മാനെ കാണുന്ന പോലെ എന്നെ കാണും. നമ്മൾ ഓരോ മനുഷ്യനോടും വ്യത്യസ്ത രീതിയല്ലേ കാണുക. നമുക്ക് എല്ലാ മനുഷ്യരും അങ്ങനെ എനിക്ക് എന്റെ ഉമ്മാനെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഉമ്മാനെയും കാണുക. ഞാൻ പല ഉമ്മമാരോട് സംസാരിക്കുന്ന ഓഡിയോകൾ നിങ്ങൾക്ക് എന്റെ ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾ ഉമ്മ മനസ്സൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചില വീഡിയോസ് കിട്ടും. എന്നെ സംബന്ധിച്ച് എല്ലാ ഉമ്മമാരും അല്ല, ഞാൻ പറഞ്ഞത് സ്ഥാനമാനം ഇല്ല, അങ്ങനെ എല്ലാരെയും ഒരുപോലെ കാണാനല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശങ്ങൾക്കും അർഹരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എല്ലാരും ഒരേപോലെ എന്നല്ല പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കി തരാം. 10 വയസ്സുള്ള രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികൾക്കും വിദ്യാഭ്യാസം നേടാനുള്ള പ്രായത്തിൽ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം തുല്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും താഴ്ന്ന ജാതി ആയാലും ഉയർന്ന ജാതി ആയാലും ഒക്കെ, അല്ലെ? കറുത്തതായാലും വെളുത്തതായാലും. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ സമത്വം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിലും ഉള്ള എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളും അവരുടെ അർഹതകളും തുല്യമാണ്, അവരുടെ അന്തസ്സും തുല്യമാണ്. ഒരാളോട് നമുക്ക് ഒരാളെ ചീത്ത വിളിക്കാം, മറ്റയാളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ കഴിയുമോ? ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ജെൻഡർ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കളറാണ്, പർട്ടിക്കുലർ കാസ്റ്റ് ആണ്, ഏജ് ആണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ മനുഷ്യരോട് ചെയ്യാൻ പറ്റുമോ? ശരി, ഞാൻ പറയട്ടെ, നമ്മളൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് വെച്ചിട്ട് നമ്മൾ ശരിക്കും എല്ലാവരും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഉള്ളിൽ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് വെച്ചിട്ടല്ലല്ലോ നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്നത്. നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു മൃഗമാണ് നമ്മള്, അല്ലേ? ശരിയാ, നമ്മളൊരു മൃഗമാണ്. ശരിയാ. ആ മൃഗം ഇറക്കം ഉണരും. ആ മൃഗത്തെ ഉണരുന്ന മൃഗത്തെ കൺട്രോൾ ചെയ്ത് മര്യാദക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ സാമാന്യ ബോധം നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ലോജിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാമൂഹികമായിട്ടുള്ള സംവിധാനമാണ് ധാർമ്മികത. അത് മതങ്ങൾ ഉണ്ടാക്കിയെടുത്ത സാധനമൊന്നുമല്ല. മതങ്ങൾ വരുന്നതിന് മുൻപ്, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് മതങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ്, ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മക്കയില് ജാഹിലിയ കാലഘട്ടം ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്, അല്ലെ? പഠിച്ചിട്ടുള്ളത്. ഇസ്ലാം വരുന്നതിന് മുമ്പത്തെ കാലം. അവിടെയും ധാർമ്മികമായിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നു. അവിടെയും അവരുടെ ധാർമ്മിക നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയാം.
അല്ല ലൈക്ക് പറഞ്ഞോളൂ. ഞാൻ പ്രവാചകൻ വന്നതിന് ശേഷം ഒരു കുറച്ചും കൂടി ഇതായി. അതിനു മുമ്പ് ഭയങ്കര കള്ളുകുടിയും പെൺവാണിയും ഒക്കെ ഭയങ്കര ഇല്ലായിരുന്നു അവിടെ? മക്കയിൽ യുദ്ധമൊക്കെ ആയിരുന്നില്ലേ അറേബ്യയിൽ? അത് നമുക്ക് എവിടെ, അതിപ്പോ എങ്ങനെ വേണേലും പറഞ്ഞൂടെ? എങ്ങനെ മനസ്സിലായില്ല? എങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ ഇസ്ലാമില് അതാ ഞാൻ പറഞ്ഞേ, കള്ളുകുടി പെണ്ണുപിടി, മുസ്ലിങ്ങൾ ഇപ്പൊ കള്ളു കുടിക്കുന്നില്ലേ? അതാ പറയുന്നത്. ഇതനുസരിച്ച് ആരും ജീവിക്കുന്നില്ല. കുറെ ആൾക്കാർ വെറുതെ പേര് പറഞ്ഞത്. അതാ ഞാൻ പറയുന്നത്. ഇതിനെങ്ങനെ മതം അനുസരിച്ച് ജീവിക്കണ്ടേ? അപ്പൊ കള്ളു കുടിക്കുന്നത് ഭയങ്കര, അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയാം. അതായത് പേര് കൊണ്ട് മാത്രം വെറുതെ ഞാൻ പറയാം, ഓവറാക്കി വർഗീയതയും പറഞ്ഞ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ നാട്ടില് മദ്യനിരോധനവും മദ്യവർജനവും രണ്ടാശയാണല്ലോ ഉള്ളത്. UDFന്റെ മദ്യനിരോധനം, LDFന്റെ മദ്യവർജനം. നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ കള്ളു കുടിക്കാൻ താല്പര്യമുള്ളവര് ഈ രണ്ട് സർക്കാർ ഭരിച്ചപ്പോഴും കള്ളു കുടിച്ചിരുന്നു അല്ലേ? കള്ളു കുടിക്കാത്തവൻ അന്നും ഇന്നും കള്ളു കുടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ സമൂഹത്തിലും, ഇപ്പൊ നിങ്ങൾ പറയണ ജാഹിലിയ കാലഘട്ടത്തില് അന്നും കള്ളു കുടിക്കുന്നവരുണ്ട്, അതിന്റെ പിന്നെയും കള്ളു കുടിക്കുന്നവരുണ്ട്. ഒരു മിനിറ്റ്, കള്ളു കുടിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഇസ്ലാമിക അതിനുശേഷം കള്ളുകൂടി നിർത്തിയിട്ടില്ലേ ലൈക്ക്? ഉണ്ട്. അത് ഒരുപാട് പേര് ഇപ്പൊ ഈ കൗൺസിലിങ്ങിന് ശേഷം കള്ളുകൂടി നിർത്തിയവരുണ്ട്. ഒരു മതത്തിൽ വിശ്വാസം വേണ്ട, ഇപ്പൊ ഹിന്ദുക്കളിലോ ക്രിസ്ത്യാനികളിലോ ഒക്കെ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ തന്നെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി കൗൺസിലിംഗ് കൊടുത്ത് കള്ളുകൂടി നിർത്തിയവരുണ്ട് ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് അത് എല്ലാ കാലത്തും, ഞാൻ പറയട്ടെ, അമിതമായിട്ട് കള്ളും കുടിച്ച് നടക്കുക എന്ന് പറയണത് പിന്നെ ഖുറൈശികളുടെ കാലത്ത് അവിടെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടൊന്നും കരുതിയിട്ടില്ല ആരും. നിങ്ങൾക്ക് അബൂജഹൽ ആയിരുന്നോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉമർ ആയിരുന്നോ അബൂ സുഫിയാൻ ആയിരുന്നോ തെമ്മാടി? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഉമർ ആയിരുന്നു തെമ്മാടി അവിടുത്തെ. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മാന്യനാണ്, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മാന്യനാണ്. ഞാൻ ആ ഉമറിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിലേക്ക് ഇസ്ലാമിന് വരുന്നതിന് മുമ്പിലേക്ക് ഇങ്ങനെ കുറെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയ ആൾക്കാരൊക്കെ വല്ലാണ്ട് ആക്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ കഥ? റോട്ടിൽ കൂടി നടക്കണ പെണ്ണുങ്ങളെ മൊത്തം ഉപദ്രവിച്ചിരുന്നു എന്നാണ് കഥ. അത് ഉമർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം തുടർന്നിട്ടുണ്ട്. അങ്ങനെ ചരിത്രം അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനുഷ്യര്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ഉദാഹരണം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എല്ലാ മനുഷ്യരും ഒരു വ്യക്തിപരമായിട്ട് ഒരാൾ ചെയ്യുന്ന തെറ്റ് ശരിയുടെ അപ്പുറത്തേക്ക് സാമൂഹികമായിട്ടുള്ള ചില നിയമങ്ങളെ കുറിച്ച് പറയാം. അപ്പോ ഉദാഹരണത്തിന് ഈ എന്താ പറയാ, ഒരു ദത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ദത്തവകാശവും ദത്തെടുത്ത് വളർത്തുന്ന കുട്ടികൾക്ക് മക്കളെ പോലെയുള്ള പദവിയും അവർക്ക് അനന്തരാവകാശ സ്വത്തും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളുടെ സമൂഹം. നിങ്ങൾക്കറിയോ? മുഹമ്മദിന്റെ മകനായിട്ടുള്ള അല്ലെങ്കിൽ മുഹമ്മദിന്റെ വളർത്തു മകനായിട്ട് പിന്നീട് ഖ്യാതി നേടിയിട്ടുള്ള സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറയുന്ന ആള്, അയാള് ഖദീജ മുഹമ്മദിന് കൊടുത്ത ഒരു അടിമ ആയിരുന്നു സമ്മാനമായിട്ട് കൊടുത്തത്. ആ അടിമയെ മോചിപ്പിക്കപ്പെട്ടു എന്നും മോചിപ്പിക്കപ്പെട്ട അടിമയെ മുഹമ്മദ് സ്വന്തം മകനായി പ്രഖ്യാപിച്ചു എന്നും ഖുറൈശികളുടെ മുന്നിൽ പോയിട്ട് ഇവൻ ഇന്നു മുതൽ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നറിയപ്പെടും എന്നും ഇവൻ എന്നിൽ നിന്ന് അനന്തരാവകാശം എടുക്കും എന്നും പ്രവാചകത്വത്തിന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു മുഹമ്മദ് നബി. ആ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചരിത്രമുണ്ട്. എന്നാൽ ഇതേ സെയ്ദിന്, അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തില് ഇങ്ങനെ വളർത്തുമകനായി സ്വീകരിക്കുന്ന ഒരാൾ കല്യാണം കഴിച്ച ഭാര്യ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ പോലെ തന്നെയാണ് ആ സമൂഹം കണ്ടിരുന്നത്. സെയ്ദ് കല്യാണം കഴിച്ച സൈനബിനെ മുഹമ്മദ് പിന്നീട് കല്യാണം കഴിക്കുന്ന രംഗം മദീനയിലെത്തിയിട്ട് സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു ഖുർആൻ വചനാണ്, ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്നായത്. നിങ്ങൾ ആ വായത്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. വളർത്തുമകന്റെ, നിങ്ങളിപ്പോ ഒരു കുട്ടീനെ എടുത്ത് വളർത്തി, എന്നിട്ട് ആ കുട്ടീനെ കൊണ്ട് നിങ്ങളൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കാര്യം തീർത്ത് നിങ്ങൾ ആ മകളെ കെട്ടുവോ?
നിങ്ങളെ മരുവളെ? ഇല്ല ഇല്ല, ഇസ്ലാമിലെ ഹലാലാണ്. ശരിയാ. പക്ഷെ എനിക്ക് ലൈക്ക് അങ്ങനെ ഇതുവരെ നിങ്ങൾ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് കാണാൻ തോന്നിയിട്ടില്ല. ഞാൻ അതിന്റെ ഫണ്ണായിട്ട് ലൈക്ക് അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതിന്റെ കാരണം നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ജീവിക്കുന്നത് വേറെ ഒരു സൊസൈറ്റിയിലാണ്, ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിലല്ല. നമ്മളൊരു സെക്കുലർ സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്, ഒരു സെക്കുലർ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഇവിടെ ഒരേ അവകാശമാണുള്ളത്. നമ്മൾ തുല്യരാണ്. ശരിയാ. ഞാൻ കട്ടാക്കണം. നിങ്ങളെ കാഴ്ചപ്പാടെല്ലാം മനസ്സിലായി. നല്ല രസമായിരുന്നു സംസാരിക്കാൻ. പക്ഷെ എന്റെ ഇത് ഞാൻ നിങ്ങൾ കൂടുതലായിട്ട് വായിക്കൂ. നിർബന്ധമല്ല, ഒരു നിർബന്ധമല്ല. നിങ്ങള് എല്ലാ ആളുകളും അവരവരുടെ എല്ലാ ആളുകളും വ്യത്യസ്ത ആൾക്കാരായിട്ട് ഇങ്ങനെ പരിചയപ്പെടണം, ഓരോരുത്തർ ആശയം മനസ്സിലാക്കണം, അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലതാണ്. ഞാനൊരു മുസ്ലിം തന്നെയാ, അതിപ്പോ മെരിക്കോൾ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഞാനിങ്ങനെ ഞാനും അങ്ങനെ പറഞ്ഞിരുന്നു. ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളാണ്. മരണം വരെ ഞാൻ മുസ്ലിം ആയിരിക്കുന്നു. പക്ഷെ ഈമാനും ഹിദായത്തൊക്കെ അള്ളാന്റെ കയ്യിലല്ലേ. അള്ള തീരുമാനിച്ച. സംസാരിക്കാൻ നല്ല ഫണ്ണേനു. നിങ്ങളെ കാഴ്ചപ്പാടാൻ എനിക്ക് മനസ്സിലായി. ശരിയായി, നിങ്ങൾ പറയുന്നല്ലേ ശരി. വളരെ സന്തോഷം. ഞാൻ പഠനങ്ങൾ നടക്കട്ടെ, ആലോചനകൾ നടക്കട്ടെ. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ശരിയായിട്ടാ തോന്നിയ. പിന്നെ എനിക്കിപ്പോ എല്ലാവരും അവരവരുടെ ശരിയിൽ നിൽക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ശരിയെന്ന് തോന്നുന്ന കാലത്തോളം നിങ്ങൾ അതിൽ തന്നെ നിൽക്കുക. എല്ലാ മനുഷ്യരും അവരവരുടെ ശരിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ആയിക്കോട്ടെ. താങ്ക്സ്. താങ്ക് യു.